ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ദോശമാവ് വെച്ചിട്ടൊരു തേൻ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ചെറുതായിട്ട് എവിടേക്കോ ഒന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഷേപ്പൊക്കെ ഏതൊക്കെയോ ഷേപ്പിൽ വന്നു. എന്നാലും ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ തേൻ മിഠായിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഷേപ്പ് മാത്രം വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എൻ്റെ കയ്യിൽ യെല്ലോ കളറാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ കളറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് യെല്ലോ കളർ ഇട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മാവ് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കളറും ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ട് മാവിൽ മിക്സ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വേണം മാറ്റി വയ്ക്കാൻ. അതും കൺസിസ്റ്റൻസി ഈ പരുവത്തിൽ വേണം ഇരിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഇതിപ്പോൾ ഇച്ചിരി ലൂസാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ വരാത്ത. കുറച്ചും കൂടി ഒന്ന് തിക്കായിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണമായിരുന്നു, ഷുഗർ സിറപ്പ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് സിറപ്പ് പരുവത്തിലേക്ക്, അതായത് നമ്മുടെ നൂൽ പരുവം വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഒട്ടുന്ന പരുവം വന്നാൽ മതി. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് കൈകളിൽ നോക്കുമ്പോഴത്തേക്കും ഒട്ടുന്ന പരുവം, നൂൽ പരുവം വേണ്ട. അത്രയും നമുക്ക് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ തേൻമിഠായിയിലെ ഈ സിറപ്പ് ഉള്ളിലേക്ക് അത് കയറില്ല. അപ്പോൾ അത്ര പരുവം വരണ്ട. അതിന് മുമ്പാകുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ സിറപ്പ് ഏകദേശം ആയി വരുന്നുണ്ട്. കണ്ടോ, ഈ കൺസിസ്റ്റൻസി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊന്നും ഒട്ടുന്ന ആ പരുവം. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മിഠായി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഈ സ്പൂൺ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ഷേപ്പ് കിട്ടില്ല. ഒരു ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് മാവ് ഫില്ല് ചെയ്തിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ സ്പൂണിൽ ഒഴിച്ചത് കൊണ്ടാവും എനിക്ക് ഈ ഷേപ്പ് ഇങ്ങനെ കിട്ടാണ്ട് പോയത്. അപ്പോൾ ഞാൻ ഓരോ ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയി വരണ്ട, ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് വരണ്ട. ഒരു എന്താ പറയുക, ഒരു മുക്കാൽ പരുവം ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് ഈ സിറപ്പിലേക്ക് ഇടുമ്പോഴത്തേക്കും സിറപ്പ് അതിനുള്ളിലേക്കൊന്നും പോകത്തില്ല കേട്ടോ. ഇത് വെറുതെ ഇട്ടിരിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും നമ്മൾ ഡ്രൈ ആക്കി മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി വരുന്ന മാവും കൂടി അതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഫുഡ് കളർ മാത്രം നല്ലതൊന്നും അല്ല കേട്ടോ. ഫുഡ് കളർ ചേർക്കണമെന്നില്ല, ചേർക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയാലും കൊള്ളാവുന്നതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നേ ഉള്ളൂ. അത് ചേർത്തില്ലെങ്കിൽ അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ മുഴുവനും വറുത്തെടുത്തിട്ട് സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമുക്ക് അടച്ച് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ പഞ്ചസാരയുടെ സിറപ്പ് മുഴുവനും ഈ നമ്മുടെ തേൻമിഠായിയിലേക്ക് ഉള്ളിലേക്ക് കയറും. അപ്പോൾ 2-3 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ സിറപ്പും നമ്മുടെ മിഠായിക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടോ, മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിതുക്കി നോക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് നമുക്ക് സിറപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ
ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര തൂക്കി കൊടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ തേൻമിഠായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.